ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ഡലിയും നല്ലൊരു പൊട്ടറ്റോ കറിയായിരുന്നു. എന്നാൽ പിന്നെ ഈ നല്ല നാടൻ പൊട്ടറ്റോ കറി എല്ലാവർക്കും ഒപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല തേങ്ങയൊക്കെ അരച്ചിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള പൊട്ടറ്റോ കറി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് റാഗിയുടെ മാവ് ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം ഒന്ന് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി അവിടെ റെഡിയാവുന്ന ടൈം കൊണ്ട് ഞാനിവിടെ സവാളയും നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുവാണ്. അപ്പം ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു 3-4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പാകത്തിന് കട്ട് ചെയ്ത് എടുക്കാം. നല്ല സെറ്റായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് റാഗിന്റെ മാവാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇഡ്ഡലി നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇഡ്ഡലി ഒന്ന് സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ കറിയുടെ പരിപാടിയിലേക്ക് പോകാവുന്നതാണ്. സവാളയ്ക്ക് ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. ഒപ്പം തന്നെ നമുക്ക് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം ആകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി. അപ്പൊ ഇനി നമുക്ക് നേരെ കറീന്റെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്ത് താളിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ താളിക്കാനായിട്ട് നമ്മൾ സാധാരണ ചേർത്ത് കൊടുക്കുന്ന പോലെ തന്നെ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഞാനിവിടെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. ഈ താളിച്ചെടുത്തതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നീളത്തിന് അരിഞ്ഞ സവാളയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പൊട്ടറ്റയും കൂടെ ഒന്ന് ചേർത്ത് ഒരല്പം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ചതച്ച് നമ്മൾ വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഈ പൊട്ടറ്റോ ഒന്ന് ഒരു ഹാഫ് കുക്കായി കിട്ടുന്നത് വരെ ഒന്ന് അടച്ചു വെക്കുക. അപ്പൊ അത് അവിടെ വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 3/4 കപ്പിന്റെ പരുവത്തിന് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ഫെനൽ സീഡ്സ്, അതായത് പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. അത് ഞാനിവിടെ കുറച്ച് ഏകദേശം 1 ടീസ്പൂണിന്റെ അളവിന് നിറച്ചെടുത്തിട്ടുണ്ട്. മറ്റ് മസാലകളൊന്നും തന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമ്മളിവിടെ യൂസ് ചെയ്ത തേങ്ങ ഫ്രോസൺ തേങ്ങ ആയതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിവിടെ അരച്ചെടുക്കുന്നത്. അപ്പൊ ഇത് നേരത്തെ നമ്മൾ അടച്ചു വെച്ച സാധനം അടിക്ക് പിടിക്കാനിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ ഇതൊന്ന് അരച്ചുകൂടെ നമുക്ക് എടുക്കാം. ഇനി അരച്ചെടുത്ത അരപ്പ് പൊട്ടറ്റോ ഒരു അരപരുവത്തിന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചെടുത്ത ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കി ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇത് അവിടെ തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് മല്ലിയില ഒന്ന് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഈ കറി ഒന്ന് സെറ്റായി വരുമ്പോൾ നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഈ മല്ലിയില കൂടെ ഒന്ന് തൂക്കി കൊടുക്കാവുന്നതാണ്. അപ്പൊ കറി നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ടുണ്ടാവും. കാരണം നമ്മൾ തേങ്ങയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ. ഇനി അതിലേക്ക് മല്ലിയിലൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ കമന്റ്സ് ആയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കണ്ട. അപ്പൊ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ഡെയിലി.